സ്പ്രെഡ്ഷീറ്റിൽ ബേസിക് കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. പക്ഷേ ഒരു കാൽക്കുലേറ്റർ പോലെ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രോപ്പറായിട്ട് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്ത് സെൽ റെഫറൻസ് യൂസ് ചെയ്ത് നമ്മളെങ്ങനെ കാൽക്കുലേഷൻസ് ഇതിൽ ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കാര്യം കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ടേബിളിൽ കാണാൻ പറ്റും 3 ഐറ്റംസ് ഉണ്ട്. അതിന് ക്വാണ്ടിറ്റി, പ്രൈസ്, നമുക്ക് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. നമ്മളിവിടെ ഈക്വൽ ടു ഇട്ടു 12 × 450 എൻ്റർ അടിച്ചു. നമുക്ക് ടോട്ടൽ എത്രയെന്നുള്ളത് കിട്ടി. ഇത് നമ്മൾ മാനുവലി ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് 2 തരത്തിൽ പ്രശ്നമുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വലിയൊരു ടേബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമ്മൾ ഇൻഡിവിജ്വലി അടിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കേസ്, നമുക്കിപ്പോൾ സപ്പോസ് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി മാറി, സപ്പോസ് 12 ഉള്ളത് നമ്മളൊരു 15 ആയി. പക്ഷേ ഇവിടെ 15 മാറ്റിയാലും നമുക്ക് ഈ ടോട്ടലിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ ഈ വാല്യൂ തെറ്റായി എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ വേരിയേഷൻസ് വരുമ്പോൾ നമുക്ക് ടോട്ടലിൽ മാറ്റം വരുന്നില്ല, കാരണം നമ്മൾ മാനുവലിയാണ് എൻട്രി ചെയ്ത് വിട്ടിട്ടുള്ളത്. ഇതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രെഡ്ഷീറ്റിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് സെൽ റെഫറൻസ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈക്വൽ ടു 12 × 450 നമുക്ക് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ ഒരു ടേബിൾ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ടു 12 × 450. ഇതിപ്പോൾ നമ്മൾ മാനുവലി എൻ്റർ ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ നമ്മൾ ഈ 12 എടുത്തു ക്വാണ്ടിറ്റി. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടു ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ E4ലാണ്. അതായത് അപ്പോൾ നമ്മൾ ഈ സെല്ലിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അതായത് സെല്ലിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ് E4. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ഇപ്പോൾ ഈ ഒരു സെല്ലിനകത്ത്, അതായത് ഈ E4 എന്ന് പറയുന്ന സെല്ലിനകത്ത് നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ വാല്യൂവിനെയാണ് ഇവിടെ ഇൻറ്റു ചെയ്യുന്നത്. ആ വാല്യൂ ഇൻറ്റു 450 ആണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മളിവിടെ പോയി 12 പകരം ഒരു 10 ആക്കിയെന്ന് വിചാരിക്കുക. വാല്യൂ മാറി, കാരണം ഈ ഒരു സെല്ലിനകത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമുക്കത് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 450 എന്നുള്ളതിന് പകരം ഇവിടെ ഇങ്ങനെ F4 എന്ന് കൊടുക്കണം. നമുക്കിതിപ്പോൾ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ സെല്ലും, അതായത് F4 എന്നുള്ള സെല്ലും നമുക്ക് സെൽ റെഫറൻസ് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ മാനുവലി എൻ്റർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഏതാണോ സെല്ല് വേണ്ടത് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽ അഡ്രസ്സ് അവിടെ വന്നു, ഞാൻ എൻ്റർ അമർത്തി നമുക്ക് വാല്യൂ വന്നു. ഇവിടെ ഇപ്പം നമുക്ക് ഇനി എന്ത് ചേഞ്ച് ചെയ്താലും അതിന് റെസ്പോൺസായിട്ട് വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ സെൽ റെഫറൻസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനെ ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യത്തേലൊക്കെ കണ്ട പോലെ ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് ഓരോന്നിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും E5 ഈ വാല്യൂ ഇൻറ്റു ഈ വാല്യൂ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഇത് നമുക്ക് വലിയൊരു ലോങ് ആയിട്ടുള്ള ടേബിൾ അടിക്കടി കുറേ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് സം ആൻഡ് ആവറേജ് ഒക്കെ എങ്ങനെ കാണാമെന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ ഈ ടോട്ടൽ 3 കിടക്കുന്നുണ്ട്. ഇതിൻ്റെ സം എനിക്കിപ്പോൾ ഇവിടെ വേണമെന്ന് വിചാരിക്കാം. നമുക്ക് എങ്ങനെ അത് ചെയ്യാം? അതിനൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇത് ആക്ച്വലി ഞാൻ സൂം ചെയ്തതാണ്. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതാ ടോട്ടൽ ഇവിടെ ആയിട്ട് ഈ സാധനം കിടക്കുന്നുണ്ടാവും. ഞാൻ നമുക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സൂം ഇൻ ചെയ്യുന്നതാണ്. ഈ ഒരു ഫംഗ്ഷൻസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സം ആവറേജ് നമുക്ക് എന്താണ് വേണ്ടത് അവിടെ ചൂസ് ചെയ്യാൻ പറയും. നമ്മളിപ്പോൾ സമ്മ് ചൂസ് ചെയ്തു. അപ്പോൾ സമ്മ് ചൂസ് ചെയ്തപ്പോൾ നമുക്കൊരു സമ്മ് വന്ന് ബ്രാക്കറ്റ് വന്നു. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട് ഏതൊക്കെയാണ് നമുക്ക് സം ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ പിടിച്ച് ട്രാക്ക് ചെയ്ത് ഈ വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുത്തു, എൻ്റർ ചെയ്തു. നമുക്കവിടെ എത്രയാണോ സം വേണ്ടത് അത് വന്നു. ഇത് സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ആവറേജിനും വേണ്ടത്. ആവറേജിനാകുമ്പോൾ ജസ്റ്റ് സമ്മിന് വരെ നമ്മൾ ആവറേജ് സെലക്ട് ചെയ്യുന്നു, വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ആവറേജ് എത്രയാണെങ്കിൽ അത് വരുന്നു. ഞാനിവിടെ പറയുന്ന സമ്മിന് വേണ്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും ആവറേജിനും ആപ്ലിക്കബിൾ ആണ്. ഇനി ഇത് തന്നെ നമുക്ക് മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഈക്വൽ ടു അമർത്തി G4 + G5 + G6 എൻ്റർ. അതായത് നമ്മൾ ഇത് ഓരോന്നും മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ആകുമ്പോഴും നമുക്ക് സം കിട്ടും. നമുക്കിത് മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കാനും പറ്റും. നമുക്ക് സം എടുത്ത് ബ്രാക്കറ്റ്സ് എൻ്റർ ചെയ്തു. അതിനകത്ത് നമ്മൾ ഏതാണോ ഈ വാല്യൂസ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ പറഞ്ഞല്ലോ അഡ്രസ്സ് കൊടുത്താൽ മതി. അതായത് G4 to G6 അതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിത് ഇവിടെ തൊട്ട് ഇതുവരെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതിനുള്ളിലുള്ള വാല്യൂസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ G4 to G6 എന്ന റേഞ്ച് കൊടുക്കുന്നത്. അപ്പോഴും നമുക്ക് വാല്യൂ വരും.
ഇപ്പോൾ ഇതിപ്പോൾ 3 തരത്തിലുണ്ട്. ഇത് നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്ത സംഭവം, ഇത് ബാക്കി രണ്ടും നമ്മൾ സമ്മായിട്ട് ചെയ്ത്. ഈ മാനുവലായിട്ട് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ആ കൊടുത്തിട്ടുള്ള ആ സെല്ലിനെ മാത്രമാണ് ഇത് സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു പുതിയൊരു ക്വാണ്ടിറ്റി ഇതിൽ ആഡ് ചെയ്യണം, പുതിയൊരു ഐറ്റം ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ആഡ് ചെയ്യുകയാണ്, നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ആദ്യം തൊട്ട് ഇതൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു പ്രിൻ്ററാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ഇത് കൊടുത്തു, വാല്യൂസ് കൊടുത്തു. ഞാൻ ഈ ഒരു ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് ഇവിടുന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം, കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. ഇത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ്, കുറച്ച് വർക്ക് വരുന്ന പോലെ ഉണ്ട്. നമുക്കിത് ആക്ച്വലി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, പുതിയൊരു വാല്യൂ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളതിനെ ഇടയിലൊരു വാല്യൂ സെലക്ട് ചെയ്തിട്ട് ഒരു റോ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു വാല്യൂസ് കൊടുത്ത് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിതാ ഡ്രാഗ് ചെയ്തു, നമുക്ക് വാല്യൂ വന്നു പ്രോപ്പർ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണാം, ഇവിടെ നമ്മൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്തപ്പോൾ പുതിയൊരു വാല്യൂ വന്ന സമയത്ത് ബാക്കി എല്ലാത്തിലും മാറ്റം വന്നു. അതായത് നമ്മൾ സമ്മ് പ്രോപ്പറായിട്ട് ചെയ്തതിലൊക്കെ മാറ്റം വന്നു. ഇവിടെ മാത്രം പഴയ വാല്യൂ ആണ് കിടക്കുന്നത്. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ G4, G6, G7 മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ G5 വന്നിട്ടില്ല. കാരണം ബാക്കി രണ്ടിലും നമ്മൾ റേഞ്ചാണ് എടുത്തത്. അതായത് G4 to G7 എന്നുള്ള റേഞ്ചാണ്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ വാല്യൂസ് വരുന്നോ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്താലും ആ വാല്യൂ ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി സേഫ് നമുക്കെപ്പോഴും സമ്മ് വെച്ചിട്ട് റേഞ്ച് കൊടുക്കുന്നതാണ്, അതായത് മാനുവലി എൻ്റർ ചെയ്യുന്നതിന് പകരം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് സെൽ റെഫറൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാമെന്നുള്ളത് കണ്ടു. അതായത് സ്പ്രെഡ്ഷീറ്റിനെ പ്രോപ്പർ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യുന്ന പോലെ നമ്മൾ സമ്മ് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു. ആവറേജ് സമ്മിന് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ആവറേജും ചെയ്യാനുള്ളത്. ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് റിലേറ്റീവ് സെൽ റെഫറൻസ് അതുപോലെ ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് വരും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം.